ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെറിയൊരു അലേർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. പിന്നെ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു കേസാണ്. UAE-ൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് സ്കാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് എംപോസ്റ്റ് മീൻസ് എന്താ പറയുക, നമ്മളുടെ ഡെലിവറി പാർട്ട്നേഴ്സായ എംപോസ്റ്റ്, തൗസിയ പോലുള്ള ഡെലിവറി എന്ന് വെച്ചാൽ UAE-ൽ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുവിധം എല്ലാ സർവീസുകളും നമുക്ക് എമിറേറ്റ്സ് ID, പാസ്പോർട്ട്, ഇങ്ങനെ പല കേസ്, എമിറേറ്റ് പാസ്പോർട്ട്, അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഡയറക്റ്റ് നമ്മളുടെ പോസ്റ്റൽ അഡ്രസ്സിലോട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലോട്ട് വരുന്ന രൂപത്തിലാണ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മളുടെ എമിറേറ്റ്സ് ID, പലർക്കും ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാണ് എമിറേറ്റ്സ് ID, ലൈസൻസ്, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്കിത് അപ്രൂവൽ ആയി ഇതിന്റെ ഡെലിവറി അപ്ഡേറ്റ്സ് നമുക്ക് മെസ്സേജ് ആയിട്ട് വരാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇടയായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, നിങ്ങളുടെ പാക്കേജ് പെൻഡിങ്ങിലാണ്. ഇപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ പാക്കേജ് പെൻഡിങ്ങിലാണ്, അഡ്രസ്സ് മിസ്സിംഗ് ആയത് കാരണം പെൻഡിങ്ങിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൂടെ തന്നിട്ട് ഇതിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അത് ഏത് നമ്പറിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഫേക്കാണ്, ഫ്രോഡ് ലിങ്കുകളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP കാര്യങ്ങൾ വരും. ആ OTP നിങ്ങൾ ഇതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന രൂപത്തിലോട്ട് ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് കൂടുതൽ വരുന്ന ഒന്നാണ് നമ്മളുടെ ഡെലിവറി പാർട്ട്നേഴ്സിന്റെ, അതായത് പുതിയ മീൻസ് നമ്മളുടെ ഈ ID കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഡെലിവറിയുടെ മെസ്സേജസ്, അതായത് നിങ്ങൾക്ക് ഒരു പാക്കേജ് ഉണ്ട്, അത് പെൻഡിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ. അതുപോലെ തന്നെ പിന്നെ മറ്റൊന്നാണ് നിങ്ങളുടെ പാസ്പോർട്ട് ബാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ഇഷ്യൂ ഉണ്ട്, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര ഫൈൻ വരും, 50,000 ഫൈൻ വരും, ഇതാണ് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രോഡ് മെസ്സേജസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ ലിങ്ക് കാര്യങ്ങളുണ്ട്, അതിൽ കയറി അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. അത് ഫേക്കാണ്, അതിപ്പോൾ ഒരുപാട് പേർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും നമ്മൾ റീചാർജ് ചെയ്യാൻ യൂസ് ചെയ്യും ഹാഫിലത്ത് കാർഡ്, അതായത് ബസ് കാർഡ്. അതുപോലെ തന്നെ നമ്മളുടെ എറ്റിസലാത്തിന്റെ റീചാർജ്, അതിലും തന്നെ ഇതുപോലെ ഈ കാണിക്കുന്നത് പോലെ വെബ്സൈറ്റുകൾ, ഫേക്ക് വെബ്സൈറ്റുകൾ ഉണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതിലും കയറിക്കൊണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പക്ക അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ സൈറ്റ് പോലെ തന്നെ നമുക്ക് തോന്നും. നമ്മൾ മുമ്പ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു സംശയവും തോന്നാത്ത രൂപത്തിൽ നമ്മളത് കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും, കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്യും, OTP വരും. അപ്പോൾ എന്തുകൊണ്ടും അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇമിഗ്രേഷനും മറ്റും പേയ്മെന്റുകൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, മറ്റെന്തെങ്കിലും അപ്ലിക്കേഷന് ഗവൺമെന്റ് ചാർജുകൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് OTP-യിൽ വരുന്ന എമൗണ്ട് എക്സാക്ട് നമ്മൾ കൊടുത്തത് തന്നെയാണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക. കാരണം അത് പലപ്പോഴും മറ്റു കൺട്രീസ് മീൻസ് USD പോലുള്ള USD ഡോളർ കാര്യങ്ങൾ പോലുള്ള എമൗണ്ടിൽ കാണിക്കും, സെയിം എമൗണ്ട് പോലെ തന്നെ തോന്നിക്കും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മളുടെ കാർഡിൽ നിന്ന് കട്ടാവുന്ന എമൗണ്ട് നമ്മൾ കൊടുത്ത റെസ്പെക്റ്റീവ് എമൗണ്ട് ആയിരിക്കില്ല, പകരം അവര് ചൂസ് ചെയ്തിരിക്കുന്ന ആ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മാത്രം ആണെന്ന് വിചാരിക്കരുത്, പല വെബ്സൈറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷെ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഓക്കെ.